നമ്മളുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി പിന്നെ വിശുദ്ധ ഏവൻഗേലിയോനായിട്ട് വായിച്ച വേദഭാഗത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 17-ാമത്തെ വാക്യം. Verse 17 in the chapter 11 of the Gospel according to Saint Mark. എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. My house will be called a house of prayer for all nations, but ye have made it a den of robbers. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇടവ ദിനം കൊണ്ടാടുന്നതായുള്ള കുറ്റപ്പുഴ ജെറുസലേം മാർത്തമ്മ ഇടവയ്ക്ക് സ്വർഗീയമായുള്ള നൽവരങ്ങൾ ദൈവം തമ്പുരാൻ ഉയരത്തിൽ നിന്ന് വർഷിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് ധ്യാനത്തിനായിട്ട് ലഭിച്ചിരിക്കുന്ന വേദഭാഗം കർത്താവായ യേശു ക്രിസ്തു യെരുശലേം ദേവാലയത്തെ ശുദ്ധീകരിച്ചതായിട്ടുള്ള വേദഭാഗമാണ്. പള്ളി പ്രതിഷ്ഠയ്ക്ക് ശേഷം, ദേവാലയ കൂദാശയ്ക്ക് ശേഷം നാം ആരാധനയ്ക്കായിട്ട് ഒന്നിച്ച് കൂടിയിരിക്കുന്നതായുള്ള ഈ അവസരം നാം ശ്രദ്ധിക്കേണ്ടതായുള്ള കാര്യങ്ങൾ എന്ത് എന്ന് ഈ വചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നതിനായി അല്പസമയം വിനിയോഗിക്കാം. കവയിത്രിയും ദിവംഗതയുമായ നമുക്ക് പരിചയമുള്ളതായിട്ടുള്ള സുഗതകുമാരി ടീച്ചർ ഒരു പ്രാവശ്യം തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിലുള്ള പട്ടക്കാരുടെ മീറ്റിങ്ങിൽ പട്ടക്കാരോട് സംസാരിക്കുന്നതിനായിട്ട് വരികയുണ്ടായി. അവർ പറഞ്ഞു, എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ ഇഷ്ടമാണ്. യേശു ക്രിസ്തുവിൻ്റെ പല ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. മഡോണ കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്ന അമ്മ മറിയയുടെ ചിത്രം, ഗെത്സമനെ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്നതായുള്ള യേശുവിൻ്റെ ചിത്രം, ക്രൂശിതനായിട്ടുള്ള യേശുവിൻ്റെ ചിത്രം, ഇതെല്ലാം തന്നെ എനിക്ക് ഇഷ്ടമാണ്. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് യേശു ചാട്ടവാറെടുത്ത് ദേവാലയത്തെ ശുദ്ധീകരിച്ചതായിട്ടുള്ള വേളയെ ചിത്രീകരിക്കുന്നതായിട്ടുള്ള ചിത്രമാണ്. ചാട്ടവാറെടുത്ത് യേശു ദേവാലയത്തെ വിശുദ്ധീകരിക്കുന്നു. Jesus is turning over the tables and driving out the merchants from the temple precincts. യേശുവിൻ്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനം പ്രാധാന്യമറിയിക്കുന്ന ഒന്നായിട്ട് നാം കൊണ്ടാടാറുണ്ട്. ഒരുപക്ഷെ വിദൂര സ്ഥലങ്ങളിൽ നിന്നും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വന്നു ചേർന്നതായുള്ള ജനം യേശുവിനെ ഹോശന്ന പാടി യെരുശലേമിലേക്ക് സ്വീകരിച്ചതായുള്ള അവസരത്തിൽ യേശു അവരോടൊന്നിച്ച് ദേവാലയത്തിൽ ആരാധിക്കുവാൻ പോയതും അവർ നിൽക്കുന്നതായുള്ള സ്ഥലത്തായിരിക്കും എന്ന് ഞാനങ്ങ് നിരൂപിക്കുകയാണ്. അങ്ങനെ യേശു ജാതികൾക്ക് ഒരുമിച്ച് കൂടി ആരാധിക്കുവാനായി ക്രമപ്പെടുത്തിയിരുന്ന പ്രാകാരത്തിൽ ചെന്ന അവസരത്തിൽ യേശുവിനെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരു ആരാധന അന്തരീക്ഷമല്ല. അത് കറക്റ്റ് ചെയ്യണം എന്നത് കർത്താവ് ആഗ്രഹിക്കുകയുണ്ടായി. നിങ്ങളിന്ന് ആരാധനയ്ക്ക് വന്നിരിക്കുന്നതായുള്ള ഈ അവസരം നിങ്ങളുടെ അടുത്തിരിക്കുന്നതായുള്ള കുട്ടി ഏറെ നേരം കരയുകയും നിങ്ങളോട് വഴക്കിടുകയും ചെയ്യുന്നതായുള്ള അവസരത്തിൽ നിങ്ങൾക്കുണ്ടാവുന്നതായുള്ള റെസ്പോൺസ് എന്തായിരിക്കും?
എന്നോട് പറയുന്നതിനായിട്ട് ശ്രമിക്കണ്ട. വി വിൽ ബി ഡിസ്റ്റർബ്ഡ്. ഈ കുട്ടിയെ ഒന്ന് എടുത്ത് പുറത്തു കൊണ്ടുപോകാൻ ഒക്കുകയില്ലേ എന്നത് മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഈ കുട്ടിയെ നോക്കുന്നതിനായിട്ട് ആരുമില്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഓർക്കണം, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ദേവാലയത്തിൽ ചേർന്ന് വന്നിരിക്കുന്ന അവസരം നമ്മളുടെ സെൽഫിഷായിട്ടുള്ള ഇൻട്രസ്റ്റ് അതിന് വിഘാതമായിട്ട് തീരുകയാണ്. നമ്മളുടെ ഇൻകൺവീനിയൻസ് ആണ് നമ്മൾ നോക്കുന്നത്. എനിക്കിന്ന് സന്തോഷമുണ്ട്, ഈ ദേവാലയത്തിൽ കുഞ്ഞുങ്ങൾ ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ട് എന്നത്. അവരും കൂടി സെലിബ്രേറ്റ് ചെയ്യേണ്ടതാണ് പ്ലാറ്റിനം ജൂബിലി ഓഫ് ദ പാരിഷ്. അവരും കൂടി ആദ്യത്തെ വിശുദ്ധ കുർബാന ശുശ്രൂഷയിൽ സംബന്ധിക്കേണ്ടതാണ്. ആൻഡ് therefore I am very, very happy that they are here. എന്നാൽ ഇന്ന് ഈ ജന്മദിനത്തിനും വിവാഹ വാർഷികത്തിനും പിന്നെ പ്രത്യേക സ്തോത്രത്തിനുമൊക്കെ ആളുകൾ വന്നതുപോലെ നമ്മുടെ ഈ ദേവാലയത്തിലെ കുഞ്ഞുങ്ങൾക്കൊന്ന് മുമ്പോട്ട് വന്ന് ഇവിടെ മുട്ടുകുത്തുന്നതിനായിട്ടും വികാരിയച്ഛന്മാരെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിനായിട്ടും സാധിക്കുകയില്ലേ? Don't you think that they have a place here in this parish? Don't you think that they have a role to play in the worship service we have here? നമ്മുടെ ഏബ്രഹാം പൗലോസ് തിരുമേനി സൺഡേ സ്കൂളിൽ ചുമതലയിലിരിക്കുന്ന അവസരത്തിൽ ആവർത്തിച്ച് പറയുന്നതായിട്ടൊരു കാര്യമുണ്ട്: കുഞ്ഞുങ്ങളെ അവഗണിക്കരുത്. നിങ്ങൾ ഭക്ഷണത്തിനിരിക്കുന്നതായുള്ള അവസരത്തിൽ പോലും യു ഗീവ് എ സീറ്റ് ഫോർ ദ ചൈൽഡ്. ലെറ്റ് ദ ചൈൽഡ് ഫീൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഒക്കേഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് ദ ഡേ. യേശു ദേവാലയത്തെ ശുദ്ധീകരിച്ചതിനെ കുറിച്ചാണ് നാം ഈ വേദഭാഗത്തെ വായിച്ചത്. അവിടെ വരുന്നതായുള്ള ആളുകൾ ആരുടെയും സ്വരൂപമുള്ള നാണയങ്ങൾ സ്തോത്രകാഴ്ചയായിട്ടിടാനായിട്ട് അനുവാദമില്ല. അതുകൊണ്ട് ആ ദേവാലയത്തിൽ നൽകുന്നതായിട്ടുള്ള നാണയം കൈമാറി വാങ്ങി അത് വേണം ഇടാനായിട്ട്. ഞാൻ ഒരിടത്തെ വായിച്ചത്, അങ്ങനെ കൈമാറി വാങ്ങുന്നതായുള്ള നാണയത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 20 times the ordinary coin. പാവപ്പെട്ടതായുള്ള ആളുകൾക്ക് എങ്ങനെയാണ് അത് വാങ്ങി സ്തോത്രകാഴ്ച ഇടുവാനായിട്ട് സാധിക്കുന്നത്? ബലി കഴിക്കുവാനായിട്ട് ആടിനെയും കൊണ്ട് വരുന്ന അവസരത്തിൽ ഊനമില്ലാത്ത ആടിനെ വേണം ബലി കഴിക്കുവാൻ. അവിടെയുള്ള മതപുരോഹിതന്മാരും മറ്റും നോക്കുമ്പോൾ ന്യൂനതയേ ഉള്ളൂ. അതുകൊണ്ട് കൊണ്ടുവരുന്ന എല്ലാ ആടിനെയും അവിടെ കൊടുത്തിട്ട് അവർ തരുന്നതായുള്ള ആടിനെ കൊണ്ടുപോയി ബലി കഴിക്കേണ്ടതായുള്ള ആവശ്യകതയുണ്ട്. Do you think that this is appropriate in a temple, in a parish, where worshiping community gather together and find it difficult because of the transactions taking place over there? നമ്മളുടെ സെൽഫ് ഇൻട്രസ്റ്റ് എപ്പോൾ മറ്റുള്ളവരുടെ താല്പര്യങ്ങളെ മാനിക്കുന്നതായിട്ട് തീരുമോ, ആദരിക്കുന്നതായിട്ട് തീരുമോ, അവിടെയാണ് ദേവാലയ പരിസരത്തെ നമുക്ക് വിശുദ്ധിയുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ മലയാള മനോരമ സൺഡേ സപ്ലിമെൻ്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ട് എങ്കിൽ രോഹിണി തിരുനാൾ
നന്മ വരുന്ന വഴികൾ എന്നുള്ള തലക്കെട്ടിൽ എഴുതിയിരുന്ന ഒരു വേദഭാഗം ഒരു ഭാഗം നിങ്ങൾ കണ്ടു കാണും. അവിടെ ഒരു ലിൻഡ എന്ന് പറയുന്ന യുവതിയെക്കുറിച്ചാണ് വിവരിക്കുന്നത്. വിക്ടോറിയ ഓസ്റ്റിൻ രേഖപ്പെടുത്തിയിരിക്കുന്നതായുള്ള ഒരു ചിത്രീകരണം. അവരുടെ വിവാഹ ജീവിതം ഒഴിയേണ്ടതായിട്ട് വന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ ഭാരങ്ങളും പ്രയാസങ്ങളും സങ്കീർണമായിട്ടുള്ള ജീവിത നിമിഷങ്ങളുമൊക്കെ പിന്നിടുന്നതായുള്ള അവസരത്തിൽ വെറുതെ നോക്കിയിരുന്ന അവസരങ്ങളായിട്ട് മാറി. ടി വി ഓൺ ചെയ്യും, അതിലുള്ളത് എന്തെങ്കിലും കാണും, ഒരു ചോക്ലേറ്റ് കയ്യിലെടുക്കും, അത് മുഴുവൻ തിന്നും. ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞതായുള്ള അവസരത്തിൽ ഡോക്ടർ അവരോട് പറഞ്ഞു, നിങ്ങളുടെ വെയിറ്റ് കൂടുതലാണ്, കുറയ്ക്കണം. $11.5 കിലോ കുറയ്ക്കണം എന്നത് അവരോട് പറഞ്ഞതായുള്ള അവസരത്തിൽ അവർ കിണഞ്ഞ് പരിശ്രമിച്ചു, ഒട്ടും കുറഞ്ഞില്ല. അപ്പോൾ നിങ്ങളുടെ വെയിറ്റ് കുറയുന്നതിനായിട്ട് കഴിയുമെന്ന് രേഖപ്പെടുത്തിയിരുന്നതായുള്ള ഒരു സെൻറ്ററിൽ പോകുന്നതിനായിട്ട് തീരുമാനിച്ചു. അത് വൈകിട്ടാണ് അവിടെയുള്ള പരിശീലനമെല്ലാം തന്നെ. താൻ അവിടെ ചെന്ന് ഒരു സീറ്റിലിരുന്ന അവസരത്തിൽ തൻ്റെ അടുത്ത് വന്നിരുന്നതായിട്ടുള്ള മറ്റൊരു യുവതിയുണ്ട്. വന്നിരുന്നപ്പോൾ തന്നെ പരിചയപ്പെടുത്തിയ സംസാരം തുടങ്ങി, നിർത്താതെയുള്ള സംസാരം. അപ്പോൾ ഒന്ന് നിർത്തുന്നതിനായിട്ട് ഇടയ്ക്ക് കയറി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? അപ്പോൾ അവരുടെ ജീവചരിത്രമൊക്കെ പറയുന്നതിനായിട്ട് തുടങ്ങി. അവർ പറഞ്ഞു, എനിക്കൊരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി, എൻ്റെ കാല് നഷ്ടപ്പെട്ടു. എന്നാൽ ഈ കാല് നഷ്ടപ്പെട്ട് മുറിവേറ്റ് ആശുപത്രിയിൽ കിടക്കുകയും പിന്നെ റീഹാബിലിറ്റേഷന് വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്തതായിട്ടുള്ള അവസരത്തിൽ എൻ്റെ വെയിറ്റ് കൂടി. ഇപ്പോൾ എനിക്ക് ആർട്ടിഫിഷ്യൽ ലിംബ് വെക്കുന്നതിനായിട്ട് സാധിക്കത്തില്ല, വെയിറ്റ് കുറച്ചേ സാധിക്കുള്ളൂ. അതിനാണ് ഞാൻ വന്നത്. അപ്പോൾ ലിൻഡയ്ക്ക് മനസ്സിലായി, ഈ തൻ്റെ സ്നേഹിത തൻ്റെ അടുത്തിരുന്ന് നിർത്താതെ സംസാരിച്ചുവെങ്കിലും അവൾക്ക് ഒരു ആവശ്യമുണ്ട് എന്ന കാര്യം. അതുകൊണ്ട് ലിൻഡ അവളുടെ ഫോൺ നമ്പർ കുറിച്ചെടുത്തു എന്ന് മാത്രമല്ല, നിരന്തരമായിട്ട് വിളിക്കുകയും നിരന്തരമായിട്ട് അവരെ സന്ദർശിക്കുകയും ചെയ്തു. എന്തിനാ? ഒന്ന് എഴുന്നേൽപ്പിച്ച് നടത്താനായിട്ട്, ഒന്ന് അടുത്തുള്ള കടയിൽ കൊണ്ടുപോകാനായിട്ട്, ഇങ്ങനെയൊക്കെ അവൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന വ്യക്തിയായിട്ട് മാറി. അവളുടെ വെയിറ്റ് കുറഞ്ഞു, ആർട്ടിഫിഷ്യൽ ലിംബ് വയ്ക്കുന്നതിനായിട്ടൊക്കെ സാധിച്ചു. അതോടുകൂടി ലിൻഡായുടെയും വെയിറ്റ് കുറഞ്ഞു. ജോലി ചെയ്തല്ലേ, ദിവസം തോറും ജോലി ചെയ്തല്ലേ, അതുകൊണ്ട് കുറേ എനർജി നഷ്ടപ്പെട്ടു, എക്സോസ്റ്റഡായി, ശരീരം വണ്ണം കുറയുന്നതിനിടയായിട്ട് തീർന്നു. മറ്റുള്ളവരുടെ നന്മയെ എപ്പോൾ നമുക്ക് ആദരിക്കുന്നതിനായിട്ടിടയായിട്ട് തീരുന്നുവോ അവിടെയാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ധന്യത കണ്ടെത്തുവാനായിട്ടിടയാകുന്നത്. പലപ്പോഴും നാം അത് മറന്നുപോകുന്നു. എനിക്കൊരു സന്തോഷവും കൂടിയുണ്ട്. ഒന്ന്, ഈ സ്തോത്രക്കാഴ്ച എടുത്തുകൊണ്ടിരുന്നതായുള്ള അവസരത്തിൽ പുറകിൽ ഏകദേശം ഒരു 10 പേരെ നിൽക്കുന്നുണ്ടായിരുന്നു. പുരുഷന്മാരുടെ ഭാഗത്ത്, സ്ത്രീകളുടെ ഭാഗത്തെല്ലാം അക്കോമഡേറ്റ് ചെയ്ത് ഒരു യുവതി അമ്മച്ചയും കൊണ്ടൊക്കെ വന്ന് ഇവിടെ ഇരിക്കുന്നതൊക്കെ ഞാൻ കാണുകയുണ്ടായി. എവിടെ സീറ്റ് എന്നൊക്കെ കാണിച്ചു കൊടുത്തു. ഇന്ന് മാത്രമല്ല, ഈ ദേവാലയ കൂദാശയ്ക്ക് ഞാൻ വന്നതായുള്ള അവസരവും ഞാനത് കാണുകയുണ്ടായി. നിങ്ങൾ പറയും ഔട്ട്സ്റ്റാൻഡിങ് മെമ്പേഴ്സാന്ന് പറയും. അല്ല, നമ്മൾ ഇടമുള്ളിടം കാണിച്ചു കൊടുത്ത് വന്ന് ഇരിക്കൂ എന്ന് പറയാത്തത് കൊണ്ടാണ്. വിച്ച് ഈസ് courtesy, which is divine. ഈ ദേവാലയത്തിൽ വന്നു ചേരുന്നത്
നമ്മളുടെ ജീവിതത്തിലെ കുറവുകളെ കണ്ടെത്തുന്നതിനായിട്ടാണ്. ആ കുറവുകളെ നികത്തുന്നതിനാവശ്യമായുള്ള പരിഹാരവും കൂടെ കണ്ടെത്തുന്നതിനായിട്ടാണ്. രണ്ടും വേണം. ഇപ്പോൾ ഈ ദേവാലയത്തിൽ വന്ന് ചേർന്നതായുള്ള അനുഭവത്തിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തതയുള്ളവരായി നമുക്ക് ഈ ദേവാലയത്തിൽ നിന്ന് പോകുന്നതിനായിട്ട് സാധിക്കും? ചോദിച്ചിട്ടുണ്ടോ നമ്മളോട്? യേശുക്രിസ്തു ദേവാലയത്തിൽ ചെന്നതായുള്ള അവസരത്തിൽ ജാതികൾക്ക് അവിടെ നിന്ന് ആരാധിക്കുവാൻ കഴിയാത്തതായുള്ളൊരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നതാണ് കണ്ടത്. മേശകളെയൊക്കെ മറിച്ചിട്ടു, ചാട്ടവാറെടുത്ത് അടിച്ചു, ആളുകളെല്ലാം പുറത്താക്കി. ആരും അതിലെ പോകുന്നതിനായിട്ട് അനുവദിച്ചില്ല. എന്ന് പറഞ്ഞാൽ ഒരു വർഷിപ്പിംഗ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. മറുവശത്തായിട്ട് അവിടെ ഒരു മാർക്കറ്റ് കൾച്ചറാണ് യേശു കാണുന്നതിന് ഇടയായിട്ട് തീർന്നത്. നോട്ട് എ ഹ്യൂമൻ കൾച്ചർ, മാർക്കറ്റ് കൾച്ചർ. ഈ മാർക്കറ്റ് കൾച്ചറിൽ നമുക്ക് വേണ്ടാത്തൊക്കെ എടുത്ത് ദൂരകളെ. നോട്ട് ഇൻ ഹ്യൂമൻ കൾച്ചർ. നിങ്ങളാരും നിങ്ങളുടെ കുട്ടികളെ എടുത്തൊന്നും പുറത്ത് കളയാറില്ല. വേണ്ടാത്തതിനെ പുറത്ത് കളയാം. എന്ത് ചെയ്താലും ഒരക്കാശ് ലാഭം ഉണ്ടാവണം. അത് നമ്മളുടെ സ്വഭാവമാണെന്നാണ് പരക്കെ പറയുന്നത്. ശ്രീയാനിക്കാരുടെ സ്വഭാവമാണ്. വീണാൽ അരക്കാശും കൊണ്ട് എഴുന്നേൽക്കുള്ളൂ. ലാഭം. ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതിനായിട്ട് ചേർന്ന് വരുവാൻ സാധിക്കുന്നതല്ല, അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് സാധിക്കണ്ടേ? ഒന്ന് രണ്ട് കാര്യങ്ങളുടെ പറഞ്ഞതിന് ശേഷം നിർത്തുവാനായിട്ട് പോവുകയാണ്. ഒന്ന്, ദേവാലയത്തെ ദേവാലയമാക്കി തീർക്കുന്നത് കൂട്ടായ്മയാണ്. Did you hear me? ദേവാലയത്തെ ദേവാലയമാക്കി തീർക്കുന്നത് കൂട്ടായ്മയാണ്. അടുത്ത ഭാഗത്തെ ശുശ്രൂഷയിൽ കയ്യസൂരിയുണ്ട്. നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ആളിനെ കയ്യസൂരി കൊടുക്കലെന്ന് ഞാൻ പറഞ്ഞില്ല, കൊടുക്കും. എന്നാൽ നിങ്ങൾ ഇറങ്ങിപ്പോകുന്ന അവസ്ഥയിൽ ആർക്കാണ് നിങ്ങൾ കയ്യസൂരി കൊടുത്തത് എന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല. ദിസ് ഈസ് എ ഹൗസ് ഓഫ് ഫെലോഷിപ്പ്. ദൈവവുമായുള്ള സംസർഗം അനുഭവിക്കുന്ന വിശുദ്ധ കുർബാന ശുശ്രൂഷ, അതിനാണ് ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ നമ്മൾ മറന്നു പോകുന്ന, നമ്മളുടെ അകന്നു പോകുന്നതായുള്ളൊരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ അന്യോന്യമുള്ള കൂട്ടായ്മ അനുഭവിക്കാറില്ല. എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം, കയ്യസൂരിക്ക് ശേഷമാണ് വിശുദ്ധ കുർബാന ശുശ്രൂഷയുടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗവാക്കായിട്ടാണ് നാം തീരുന്നത്. അപ്പോൾ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ദ ഫെലോ ബീയിങ്സ് വിത്തിൻ ദ പാരിഷ്, യുവർ ഫ്രണ്ട്സ്. ചില ഇടവേളയിൽ ഏറ്റവും അവസാനം പരസ്യം വയ്ക്കുന്നത് ഇഷ്ടമില്ല. കാരണം ഒത്തിരി ആളുകൾ അതിന് മുമ്പ് തന്നെ പൊയ്ക്കളയും. കുർബാന കൈക്കൊണ്ടിട്ട് തിരിച്ച് സീറ്റയിലോട്ടല്ല പോകുന്നത്, ചിലർ വീട്ടിലോട്ടാണ് പോകുന്നത്. നിങ്ങൾ ചെയ്യരുത്. ഇനി തിരുമേനി അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് ഇനി നാളെ തൊട്ട് വ്യത്യാസപ്പെടുത്തരുത്. അതല്ല, നിങ്ങൾ നിൽക്കണം, തങ്ങി നിൽക്കണം, ആളുകളെ കാണണം, പരിചയപ്പെടണം, ചോദിക്കണം, മനസ്സിലാക്കണം. ഇന്ന് എത്ര ആളുകൾ പുതുതായിട്ട് ഈ ദേവാലയത്തിൽ വന്നിട്ടുണ്ട് എന്ന് ഇവിടെ ഒരു അച്ഛൻ ചോദിക്കുകയല്ല ആവശ്യം. നിങ്ങൾ കണ്ടെത്തി പറയണം, അല്ലെ മനസ്സിലാക്കി പോകണം. അവരുടെ ജീവിത ആവശ്യങ്ങളെ ഗ്രഹിപ്പാനൊക്കെ നമുക്ക് ഇടയായിട്ട് തീരണം. അതാണ് ഒരു ദേവാലയമായി തീരുന്നതിൻ്റെ ലക്ഷണം. രണ്ടാമതായിട്ട്, ഒരു ദേവാലയമായിട്ട് തീരുന്നത് 3 കാര്യങ്ങളിലൂടെയാണ്. ഒന്ന്, കർത്താവായ യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്നതായിട്ടുള്ള
ഒരു ഇൻക്ലൂസീവ്നെസ് നമ്മിൽ കാണപ്പെടുന്ന അവസരത്തിലാണ് നമ്മളുടെ മനസ്സും ഹൃദയവുമൊക്കെ തുറന്ന് മറ്റുള്ളവരെ സ്വീകരിക്കുന്നതിനായിട്ടിടയായിത്തീരുന്ന അവസരമാണ് ഇൻക്ലൂസീവ്നെസ്. 2, കമ്പാഷനേറ്റ്, മറ്റുള്ളവരുടെ ആർദ്രതയോടുകൂടി പെരുമാറുന്നതിനായിട്ട് സാധിക്കണം. നിങ്ങൾ എന്നോട് വിദ്വേഷിക്കരുത്. ഞാൻ ദേവാലയ കുദാശയ്ക്ക് വന്നതായിട്ടുള്ള അവസരത്തിൽ ഈ വാതിക്കൽ നിറഞ്ഞു നിന്നതായിട്ടുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. അവർക്ക് ഇരിക്കാൻ ഇവിടെ ഇടയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമ്മളുടെ മനസ്സടഞ്ഞതായിരുന്നു എന്നതുകൊണ്ട് സാധിച്ചില്ല. Be compassionate. Be compassionate to the people who come to the sanctuary for worship. And thirdly, നീതിപൂർവമായുള്ള കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് നമുക്കിടയായിട്ട് തീരണം. എവിടെയൊക്കെ അനീതിയുണ്ട് എന്നത് മനസ്സിലാക്കി തിരുത്തുന്നതിനായിട്ടുള്ളൊരു ഉത്സാഹം നമ്മൾ കാണപ്പെടുന്നു. വളരെയധികം പ്രോഗ്രാമുകൾ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ഈ ഇടവയിൽ നടന്നു എന്നത് എനിക്കറിയാം. അല്ല, അവിടെയെല്ലാം നീതിപൂർവമായുള്ള ഇടപെടലുകളും അനീതിപൂർവമായുള്ള ഇടപെടലുകളും ഒക്കെ കാണുന്നതിനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ട്. ഒരു കറക്റ്റീവ് മെഷർ ഉണ്ടാകുന്നതിനായിട്ട് സാധിച്ചിട്ടുണ്ട്. Are we better than yesterday? Are we better than yesterday? ദൈവത്തെ ആരാധിപ്പാൻ്റെ കോണം മനോഹരമായുള്ള ദേവാലയവും അന്തരീക്ഷവും ഒക്കെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. ഞാൻ ഈ പറഞ്ഞതായുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കട്ടെ. മറ്റുള്ളവരെ ആദരിക്കുവാൻ നമുക്കിടയായിട്ട് തീരുമ്പോഴാണ് ജീവിതത്തിന് ധന്യത കണ്ടെത്തുവാനായിട്ടിടയാകുന്നത്. തിങ്ങി നിറഞ്ഞതായുള്ളൊരു പുരുഷാരം ദേവാലയത്തിലുണ്ട് എന്ന് പറയുന്നതിലല്ല, അന്യോന്യമുള്ള കൂട്ടായ്മ ബലപ്പെടുന്നിടത്താണ് ദേവാലയ അനുഗ്രഹങ്ങൾ അനുഭവിക്കാനിടയാകുന്നത്. മൂന്നാമതായിട്ട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതായിട്ടുള്ള ജീവിതത്തിൽ കാണിച്ചു തന്നതായുള്ള കാര്യങ്ങൾ. 1, മറ്റുള്ളവരോട് അവരെ ഉൾക്കൊള്ളുവാൻ്റെ കൊണ്ടും ബി ഇൻക്ലൂസീവ് ആൻഡ് ബി കമ്പാഷനേറ്റ് ആൻഡ് ഡു ജസ്റ്റിസ്. കർത്താവെ, ഇപ്രകാരം നിൻ്റെ ജനമായിട്ട് ഈ ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ ഇടവകയായിട്ട് അവിടുന്ന് ശക്തീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.